ഇത് നമുക്ക് ചിക്കനാട്ടോ കിട്ടിയത്. അപ്പോൾ വിചാരിച്ചു ഒരു സിമ്പിൾ ചിക്കൻ കറി ആക്കാമെന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ സവാളയൊക്കെ മുറിച്ചെടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആ സമയം കൊണ്ട് നമ്മൾ ചിക്കനും വൃത്തിയാക്കി ദെൻ സവാള വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളകില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് നല്ല രീതിയിൽ ഇളക്കി എന്നിട്ട് നമ്മുടെ ചിക്കനും ഇട്ട് അല്പം വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് അമ്മ അവിയലിനുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം ഞാൻ ഇച്ചി ഫ്രൈക്ക് കൂടെ എടുത്തിട്ട് അപ്പം ഇച്ചി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇല്ല കേട്ടോ, കുരുമുളക് പൊടി, കറി മസാലയും കൂടി ഇട്ട് നല്ല രീതിയിൽ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ദെൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഫ്രൈ ചെയ്യാനും വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി അവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് അടച്ചു വെച്ചു. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഫുഡ്.